പെൺവർഗത്തിന് പ്രവേശനമില്ലാത്തൊരു നാട്. മനുഷ്യർക്ക് മാത്രമല്ല, പെൺവർഗത്തിൽപ്പെട്ട ഒരു ജീവിയെ പോലും ഈ നാട്ടിലേക്ക് കയറ്റില്ല. ആകെ അനുമതിയുള്ളത് പെൺപൂച്ചകൾക്ക് മാത്രം. ഏതാണ് ഈ നാട്? ആ രഹസ്യമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഗ്രീസിലെ സ്വയംഭരണ റിപ്പബ്ലിക്കായ റിപ്പബ്ലിക് ഓഫ് മൗണ്ട് ആത്തോസ് ആണ് 1000 വർഷത്തിലേറെയായി സ്ത്രീകൾക്ക് പ്രവേശനമില്ലാതെ നിലകൊള്ളുന്ന ആ പ്രദേശം. സ്ത്രീവർഗത്തിൽപ്പെട്ട പൂച്ചകൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം. യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് ആത്തോസ് എന്ന ഗ്രീക്ക് ഉപഭൂഖണ്ഡം സന്ദർശിക്കാൻ പുരുഷന്മാർക്ക് മാത്രമേ അനുവാദമുള്ളൂ. 335 ചതുരശ്ര കിലോമീറ്റർ വലുപ്പമുള്ള ഈ ഗ്രീക്ക് സ്വയംഭരണ സന്യാസ റിപ്പബ്ലിക് കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയർക്കീസിന് കീഴിലുള്ള സന്യാസ ശ്രേഷ്ഠന്മാരുടെ ഭരണത്തിലാണ്. കർശന ചിട്ടകളോടുള്ള ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സന്യാസിമാരാണ് ഇവിടുത്തെ താമസക്കാർ. കുത്തനെയുള്ള മലഞ്ചെരിവുകളിലായി തൂങ്ങിക്കിടക്കുന്നതുപോലെ സ്ഥിതി ചെയ്യുന്ന 20 ആശ്രമങ്ങളിലായാണ് ഇവർ വസിക്കുന്നത്. 1024 സ്ത്രീകൾക്ക് രാജ്യത്തേക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള നിയമം നിലവിൽ വന്നത്. അതനുസരിച്ച് സ്ത്രീകളുമായി വരുന്ന കപ്പലുകൾക്ക് 500 മീറ്റർ അകലെ മാത്രമേ നങ്കൂരമിടാൻ അനുവാദമുള്ളൂ. അതിനു കാരണമായി പറയുന്ന കഥ ഇതാണ്. സെന്റ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റിനൊപ്പം കന്യാമറിയം ജോപ്പയിൽ നിന്ന് സൈപ്രസിലേക്ക് സഞ്ചരിക്കുമ്പോൾ കപ്പൽ വഴിമാറി മൗണ്ട് ആത്തോസിൽ വന്നുപെട്ടു. പ്രദേശത്തിന്റെ മനോഹാരിത നഷ്ടപ്പെട്ട കന്യാമറിയം ഇത് തനിക്ക് മാത്രം അവകാശപ്പെട്ട പൂന്തോട്ടമാക്കി മാറ്റാൻ മകനോട് പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ ഈ പ്രദേശം പവിത്ര സ്ഥലമായി മാറുകയും ഈ സ്ഥലത്തിന് അവകാശമുള്ള പെൺവർഗത്തിൽ നിന്നുമുള്ള ഏക പ്രതിനിധിയായി കന്യാമറിയം മാറുകയും ചെയ്തു. ആ നിമിഷം മുതൽ ഈ പ്രദേശം പവിത്ര സ്ഥലമായി മാറുകയും ഈ സ്ഥലത്തിന് അവകാശമുള്ള പെൺവർഗത്തിൽ നിന്നുമുള്ള ഏക പ്രതിനിധിയായി കന്യാമറിയം മാറുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പെൺ ജീവജാലങ്ങളിൽ പെൺപൂച്ചകൾക്ക് മാത്രമാണ് ഈ രാജ്യത്ത് പ്രവേശിക്കാൻ അനുമതിയുള്ളത്. രാജ്യത്ത് പാമ്പുകളുടെയും എലികളുടെയും ശല്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണിത്. മറ്റു മതക്കാർക്കും ഈ ദ്വീപിൽ പ്രവേശനമില്ല. ഇവിടെ പ്രവേശിക്കണമെങ്കിൽ മൗണ്ട് ആത്തോസിലെ തീർത്ഥാടക ബ്യൂറോയിൽ നിന്ന് മുൻകൂട്ടി അനുമതി വാങ്ങിക്കണം. ദിവസവും 100 ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവർക്കും 10 നോൺ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവരുമായ പുരുഷന്മാരെ മാത്രമാണ് പ്രവേശിപ്പിക്കുക. ഇവിടെയുള്ള 20 ആശ്രമങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ 3 ദിവസം തങ്ങി തിരിച്ചു പോകണം. സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് ഹോളി ആത്തോസിൽ സന്ദർശകർക്ക് താമസം സൗജന്യമാണ്. പക്ഷേ അതിരാവിലെ 4 മണിക്ക് പ്രഭാത പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് തുടങ്ങിയ നിബന്ധനകൾ പാലിക്കണം. 3 ദിവസത്തിൽ കൂടുതൽ സന്ദർശകർക്ക് ഇവിടെ തങ്ങാനും അനുവാദമില്ല. എപ്പോഴെങ്കിലും സ്ത്രീകൾ ഇവിടേക്ക് കയറാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന സംശയം എല്ലാവരിലും ഉണ്ടായിരിക്കും. എന്നാൽ മൗണ്ട് ആത്തോസിലെ ചരിത്രം എഴുതിയ ഡോക്ടർ ഗ്രഹാം സ്പീക്ക് പറയുന്നത് ഇങ്ങനെയാണ്. 1946-നും 1949-നും ഇടയിലുള്ള ഗ്രീക്ക് ആഭ്യന്തര യുദ്ധത്തിനിടെ കർഷകരുടെ മൃഗങ്ങൾക്ക് അവിടെ അഭയം നൽകിയിരുന്നു. ഈ സമയത്ത് മൃഗങ്ങളെ വലിച്ചുകൊണ്ടുവന്നവരുടെ കൂട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. 1953-ൽ മരിയ കൊയ്മെലോ എന്ന ഒരു സ്ത്രീ ഈ ദ്വീപിൽ കയറിയിരുന്നു. പുരുഷവേഷം ധരിച്ചാണ് അവർ എത്തിയത്. അതോടുകൂടിയാണ് ഔദ്യോഗികമായി ഈ ദ്വീപിൽ സ്ത്രീകൾ പ്രവേശിക്കരുതെന്ന നിയമം പാസാക്കിയത്. ഇത് ലംഘിച്ചാൽ 12 മാസം തടവാണ് ശിക്ഷ. ഏറ്റവും അടുത്ത കാലത്ത് മൗണ്ട് ആത്തോസിലേക്ക് സ്ത്രീകൾ കയറിയത് 2008-ലാണ്. ഉക്രൈനിയൻ മനുഷ്യക്കടത്തുകാർ 4 സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടുപോവുകയായിരുന്നത്രേ. പോലീസ് ഇവരെ പിടികൂടിയെങ്കിലും സന്യാസിമാർ മാപ്പു നൽകി വിട്ടയച്ചു. നേരത്തെ സ്ത്രീകൾക്ക് പുറമെ താടി വളർത്തിയ പുരുഷന്മാർക്കും ഇവിടേക്ക് പ്രവേശനമില്ലായിരുന്നു. മുതിർന്നവരോടൊപ്പം വരുന്ന ആൺകുട്ടികളെ ഇവിടേക്ക് കയറ്റാറുണ്ട്. ആൺകുട്ടികൾ വരുന്നതിൽ സന്യാസിമാർക്കും താല്പര്യമാണ്. സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത രാജ്യത്തെ മറ്റു 2 സ്ഥലങ്ങളാണ് ജപ്പാനിലെ മൗണ്ട് ഒമേനും ജർമ്മനിയിലെ ഹാംബർഗിലുള്ള ഹെർബർട്ട് ട്രാസയും.